1987 അപ്പോൾ എൻ്റെ മക്കൾ അന്ന് വളരെ ചെറുതാണ്. ഞാനും ഭാര്യയും എൻ്റെ 2 മക്കളും കൂടെ, എൻ്റെ അനുജൻ അവനെ അന്ന് ഇപ്പം മരിച്ചുപോയി, അവൻ ഡൽഹിയിൽ ആണ്, എൻ ഡി പി സിയിലാണ് ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സയൻറ്റിസ്റ്റ് ആയിരുന്നു, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അത്. അപ്പോൾ അവനെ കാണാനായിട്ട്, അവൻ്റെ വീട്ടിലൊന്ന് പോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ യാത്രയായി, ഞങ്ങൾ 4 പേരും. അപ്പോൾ അന്ന് കേരള എക്സ്പ്രസ് ആണ് ഡൽഹിയിലേക്കുള്ള ഏറ്റവും നല്ല ഈ യാത്രാമാർഗം. ഫ്ലൈറ്റൊക്കെ വളരെ കുറവാണ്, പഴയ എയർപോർട്ടേ ഉള്ളൂ, പുതിയ എയർപോർട്ടൊന്നുമില്ല, വളരെ കുറവാണ്. അത് അന്ന് ഇതിപ്പോൾ ഞാനന്ന് അഭിഭാഷകനാണ്, ഞാൻ ഇപ്പോൾ ഒരു വെക്കേഷൻ സമയത്താണ്, ഞങ്ങൾ നല്ല വെയിൽ ചൂടുള്ള സമയമാണ്. അപ്പോൾ ഏപ്രിൽ അവസാനമാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും വേണ്ടി ബുക്ക് ചെയ്തു, സീറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ അതിൽ, അതായത് ഈ AC 2 ടയറാണ്, അപ്പോൾ അതിൽ 4 സീറ്റുകളാണ് ഉള്ളത്, 4 ബെർത്താണ് ഉള്ളത്. അതിൽ 3 എണ്ണം ഈ ബെർത്തിനകത്തുള്ളത്, അതാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത്, എനിക്ക് കിട്ടിയത്. അതിനോടൊപ്പം 1 എണ്ണം സൈഡ് ബെർത്താണ് അതിൻ്റെ തൊട്ടടുത്തുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ഞങ്ങൾ ഇതുപോലെ യാത്ര ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരു 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 മധ്യമായ, അന്നേരം എൻ്റെ എനിക്ക് ഈ ഒരു ബെർത്ത് ആവശ്യമില്ല, കാരണം സൈഡ് ബെർത്ത് ആവശ്യമില്ല, കാരണം ഒരു ഇളയ മകൾ വളരെ ചെറിയ കുട്ടിയാണ്, അതെൻ്റെ വൈഫിനോടൊപ്പം താഴെ ലോവർ ബെർത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു അപ്പർ ബെർത്തിൽ എൻ്റെ മൂത്ത മോള് കിടക്കും, അത് വളരെ ചെറുതാണ്. അപ്പോൾ മറ്റേ ലോവർ ബെർത്ത് ഞാൻ ഓക്യുപ്പൈ ചെയ്യും. ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു അപ്പർ ബെർത്ത് അലോട്ട് ചെയ്തേക്കുന്നത് ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾക്കാണ്. അയാൾ വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ ഞാനുമായിട്ട്. ഞാൻ ഒരുപാട് അടുക്കാൻ പോയിട്ടില്ല, എനിക്കത് അയാൾ ആരാന്ന് അയാൾ വലിയ താല്പര്യമില്ലാതെ ഏതാണ്ട് വലിയ ആളാന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ചൂടല്ലേ, ഈ ചൂട് ഒരു ഉച്ചയാവുമ്പോഴത്തേക്ക് ഈ ബോഗികളൊക്കെ അങ്ങ് ചുട്ടു പഴുക്കും. അപ്പോൾ അതിലെ ഈ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന 2 പേര് ചെറുപ്പക്കാരാണ്, അത് ഇയാളുടെ സുഹൃത്തുക്കളാണ്. അവന്മാർ നേരെ ഇങ്ങ് വരും, ഇതിനകത്ത് വന്ന് ഇയാളും കൂടെ വന്നിരുന്ന് ഈ AC കോച്ചിനകത്തിരുന്ന് അങ്ങ് കാര്യം പറയുകയാണ്. അവിടെ അങ്ങനെ ഞങ്ങൾക്കിതങ്ങ് വലിയൊരു ശല്യമായി ആദ്യം. പിന്നെ ഇത് ഇരുന്ന് മടുത്ത് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഈ ചൂടൊക്കെ കുറയുമ്പോൾ അനങ്ങതങ്ങ് തിരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസമായി. അപ്പോൾ 2.5 ദിവസത്തോളം, അന്ന് 2.5 ദിവസത്തിൽ കൂടുതൽ വേണം. പിറ്റേന്നും ഇതേപോലെ വന്നപ്പോൾ ഇതുപോലെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, മണിക്കൂറുകളായിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിൽ AC മെക്കാനിക്ക് നോട്ട് ചെയ്തു ഈ സംഭവം. നോട്ട് ചെയ്തിട്ട് അയാൾ ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ്. അപ്പോഴത്തേക്ക് വണ്ടി നോർത്ത് ഇന്ത്യയിലോട്ട് ചെന്ന് കഴിയാണ്. അവിടുന്ന് അയാൾ TT വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ TT ചോദിച്ചു, ഇന്നലെ നിങ്ങൾ ഇവിടെ വന്ന് ഇതിനകത്ത് ഇങ്ങനെ ഇത്രയും നേരം ഇരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് ഏതാ? ഉടനെ ടിക്കറ്റ് കാണിച്ചു, അത് സ്ലീപ്പർ ബെർത്ത്. നിങ്ങൾ അവിടെ നിന്ന് എന്തിനാ ഇവിടെ വരുന്നത്? അത് ഞങ്ങളുടെ സുഹൃത്താണ്, ഇവിടെ കാണാനാണ് എന്ന് പറഞ്ഞത്. അത് സുഹൃത്തൊക്കെ അങ്ങ് നാട്ടിലൊക്കെ, ഇവിടെ ഈ വണ്ടിക്കകത്ത് ഇതല്ല, കാശ് കൊടുക്കാൻ പറഞ്ഞ് വലിയ ഫൈൻ അടിച്ച് ടിക്കറ്റ് എഴുതി കൈ കൊടുത്തു കേട്ടോ. ആ ഫൈൻ ഇമ്പോസ് ചെയ്തങ്ങ് കൊടുത്തു, അല്ലെങ്കിൽ പോലീസിലാക്കുമെന്ന് പറഞ്ഞു. ഫൈനും ഒക്കെ അടച്ചിട്ട് പോയി. അങ്ങനെ ഒരു ശല്യം ഒഴിയുന്നത് ഞാൻ കണ്ടു അന്ന്. അപ്പോൾ ആ ഓർമ്മയാണ് എനിക്കിപ്പോൾ ഇത് വന്നത്. ഇതുപോലെ ശ്രീ ഷംസീർ സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു വന്ദേ ഭാരതിൽ. ഞാൻ മാധ്യമത്തിൽ കണ്ടത് ഈ കാസർഗോഡ് നിന്ന് അദ്ദേഹം നേരെ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിൽ വന്നെന്നുള്ളതാണ്. ഇനി എവിടുന്ന് കയറിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒന്നീ കാസർഗോഡ് നിന്നായിരിക്കും, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കയറാം. കണ്ണൂർ വണ്ടി നിർത്തും, അറിയാം. എവിടുന്ന് കയറിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചരനുമായിട്ടൊരു 2 ടിക്കറ്റുകൾ ഇതുപോലെ തന്നെ EC എന്ന് നമ്മൾ പറയും, അത് 2 കോച്ചാണ്, E1 E2. എനിക്ക് നല്ല കാണാപ്പാടമാണ്, ഞാൻ സ്ഥിരവണ്ടി യാത്രക്കാരനാണ്. അപ്പോൾ ഇതിൽ ഏതോ E1-ലോ E2-ലോ ഈ ഒരു കോച്ചിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സാണ് യാത്ര ചെയ്തു. ഇത് ഈ 2 വിധത്തിലുള്ള ക്ലാസ്സുകളേ ഉള്ളൂ. ഒന്ന് AC ചെയർക്കാറുണ്ട്, എല്ലാം AC ആണ്, ബാക്കിയെല്ലാം ചെയർക്കാരാണ്. അതൊക്കെ നല്ലതായ യാത്രയാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ AC ചെയർക്കാരും ഇതുമായിട്ട് ടിക്കറ്റ് വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ മന്ത്രിയുടെ അടുത്തുള്ള സീറ്റിൽ ഒരാൾ വന്ന് മന്ത്രിയോട് ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് വലിയ സുഹൃത്തുക്കളാണ്, കാര്യം പറഞ്ഞുകൊണ്ട് ഏതാണ്ട് കോട്ടയം വരെ കാര്യം പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ പത്മകുമാർ വന്നിട്ട് ചോദിച്ചു, ടിക്കറ്റ് എവിടാന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ സ്പീക്കർക്ക് ഇഷ്ടപ്പെട്ട് കണ്ടത്തില്ല, കാരണം സ്പീക്കറുടെ സുഹൃത്താണ്, ടിക്കറ്റ് ചോദിക്കാൻ പാടില്ലല്ലോ.
പക്ഷെ സ്പീക്കറിന്റെ ടിക്കറ്റ് ചോദിച്ചതായിട്ട് പ്രശ്നമില്ല, ചോദിച്ചിട്ടുമില്ല. അയാൾ അങ്ങനെയാ. പത്മകുമാർ ഇപ്പൊ എന്നെയൊക്കെ കണ്ടാലേ അറിയാം. അതുകൊണ്ട് അവരെ ചാർട്ട് നോക്കുമ്പോഴേ അറിയാം എന്നെ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇത് സ്പീക്കർ അടുത്ത് ടിക്കറ്റ് ചോദിച്ചിട്ടില്ല. ഇയാള് അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത ആളായതുകൊണ്ട് ചോദിച്ചു ടിക്കറ്റ് ഏതാന്ന് ചോദിച്ചു. അപ്പം നോക്കിയപ്പോൾ മറ്റേ ചെയർക്കാറിലെ ടിക്കറ്റാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇതിനകത്ത് യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ അവിടുന്ന് ഇവിടെ വരെ ഇരുന്നല്ലേ, നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് കാശ് കൊടുക്കും. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. ഒരു റെയിൽവേയിൽ ജീവനക്കാരൻ എന്നുള്ള നിലയ്ക്ക് പത്മകുമാറിൻ്റെ ശരിയായ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ് ഈ ചെയ്യുന്നത്. അത് പ്രശ്നമായി. അപ്പോൾ അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ അടിച്ച് ടിക്കറ്റ് ചാർജ് അധികം അടിച്ചു കൊടുത്തു. അതുമൊക്കെ അടച്ചു കാണും, അതെ അടച്ചില്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതൊരു പ്രശ്നമായിട്ടങ്ങ് നമ്മുടെ ബഹുമാന്യനായ സ്പീക്കർ എടുത്തു. സ്പീക്കറുടെ സുഹൃത്തിനോട് ചോദിച്ചു. സ്പീക്കർക്ക് പല കാര്യങ്ങളിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് വെച്ചിരിക്കാം നമുക്ക്. റെയിൽവേയിൽ ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ സ്പീക്കറുടെ കൂടെ വരുന്ന ആളിനോ അല്ലെ സ്പീക്കറുടെ സുഹൃത്തിനോ ഇത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ സ്പീക്കർ നിയമസഭയിൽ ഇരിക്കുന്നു സ്പീക്കറായിട്ട്, ഈ പറയുന്ന അയാളെ അവിടെ കയറ്റിയിരുത്തുമോ? അതിനകത്ത് കയറി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, പറ്റത്തില്ല. അപ്പോൾ അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് സ്പീക്കർ നിയമം പാലിക്കുന്നത് പോലെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരു മനുഷ്യനാണ് ഈ TT എന്ന് പറയുന്ന ആള്. ഈ റാങ്കിൽ കുറവാണ്, അയാൾ ഒരു സാധാരണ ജോലിക്കാരൻ, പക്ഷേ അന്തസ്സായിട്ട് പെരുമാറുന്ന ഒരാൾ. അയാൾക്കെതിരെ പോയി അങ്ങ് പരാതി കൊടുത്തു. അവിടെ ചെന്നിട്ട് വലിയ പ്രശ്നമായി. DRMന് പരാതി, ഡിസ്ട്രിക്ട് റെയിൽവേ മാനേജർ അപമര്യാദയായി പെരുമാറിയിരുന്നു സ്പീക്കറുടെ അടുത്ത്. എന്തോ അപമര്യാദയായിട്ട്, അയാളങ്ങ് അപമര്യാദയായിട്ട് പെരുമാറുന്ന ഒരാളല്ല. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള ആളാണ്. ചിരിച്ച മുഖത്തോടു കൂടിയല്ല അയാളെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് അയാൾ. ഒരു യാത്രക്കാരനോടോ യാത്രക്കാരിയോടോ അപമര്യാദയായി പെരുമാറുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല. ഇനി സ്പീക്കറുടെ അടുത്ത് ഇനി അപമര്യാദയായി പെരുമാറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. അങ്ങനെ സ്പീക്കറുടെ അടുത്ത് അയാളൊന്നും ചോദിച്ചതായിട്ട് പോലും അലിഗേഷൻ ഇല്ല. പക്ഷേ സ്പീക്കറുടെ അടുത്ത് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പരാതി അങ്ങ് പോയി. ഡിസ്ട്രിക്ട് റെയിൽവേ മാനേജർക്കാരൻ തോന്നുന്നു അവിടെ പരാതി പോയി. DRMന് പരാതി കൊടുത്തു. എന്തായാലും ഈ പത്മകുമാറിനെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ ആയിട്ട് ഇനി വല്ല ഗുഡ്സ് ട്രെയിനിലോ അല്ല ഏതെങ്കിലും കുന്തത്തിലോ ഒക്കെ കയറ്റി വിട്ടും. അങ്ങനെയുള്ളപ്പോൾ ഇതിലെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ഡ്യൂട്ടി ചെയ്ത ആളാണ്. അത് ഇതിനകത്ത് ഡ്യൂട്ടി ചെയ്താൽ അയാൾ മര്യാദയ്ക്ക് പെരുമാറുന്ന വിവരവും ഈ കാണുന്ന കാര്യവും ഒക്കെ ഈ യാത്ര ചെയ്ത ആളിൻ്റെ വിവരമെല്ലാം യഥാർത്ഥത്തിൽ അത് CCTV ഉണ്ട്. അവസാനം ഇത് ഈ എംപ്ലോയീസ്, അവിടുത്തെ റെയിൽവേ എംപ്ലോയീസ് ഇത് ഏറ്റെടുത്തു. അവരുടെ യൂണിയൻ ഏറ്റെടുത്തിട്ട് പറഞ്ഞ് ഇത് തെറ്റാണ് ഈ ചെയ്തേക്കുന്നത്. സ്പീക്കറല്ല, മന്ത്രിയല്ല, പ്രധാനമന്ത്രി ആരായാലും ശരി, ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ്. അത് അങ്ങനെ പത്മകുമാരെ ഡ്യൂട്ടി ചെയ്തതാണ് ഈ പ്രശ്നമായതെന്ന് പറഞ്ഞു. അവസാനം DRM ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോഴേ അയാളെ തിരിച്ച് അതുപോലെ പ്ലേസ് ചെയ്തു. ആ വാക്കാൽ നിർദ്ദേശം കൊടുത്തത് ആ ഉത്തരവ് പിൻവലിച്ചു. പത്മകുമാറിനെ അവിടെ നിർത്തി. ഈ നാണക്കേട് ഉണ്ടാക്കേണ്ട കാര്യം ഷംസീറിന് വല്ലതും ഉണ്ടോ? വല്ല കാര്യമുള്ളതാണോ? അപ്പോൾ അധികാരത്തിൻ്റെ ഹുങ്കാണ് ഇവർക്ക്. നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളിൽ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഈ 4 ചങ്കും 5 ചങ്കും ഉണ്ടെന്നൊക്കെ പറയുന്ന ആളുകളെ പോലെ തന്നെ ഉള്ള ഹുങ്ക് ഇതിപ്പോൾ ഇദ്ദേഹം പ്രയോഗിക്കുകയാണ്. അത് വളരെ തെറ്റാണ്. സ്പീക്കർ എന്ന് പറയുന്ന ആൾ ഒരു സാധാരണക്കാരനാണ്, വേറെ പ്രത്യേകതയൊന്നുമില്ല.